നമുക്കൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിവിടെ NRI ക്ലയൻസ് നമുക്ക് ഒരുപാടുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ? കേരളത്തിൽ പുറത്തുള്ള ഇപ്പം പ്രത്യേകിച്ച് ഗൾഫ് ഏരിയയിലോ ഇപ്പം ഗൾഫൊക്കെ മാറി മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയി എങ്കിലും ഇവരെല്ലാം ഒരു സ്വപ്നം എന്ന് പറയുന്നത് നാട്ടിലൊരു വീടാണ്. അപ്പോൾ ഇങ്ങനെ നാട്ടിലൊരു വീട് വെക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാരെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. കൃത്യമായിട്ട് അവർക്ക് അവരുടെ പണത്തിനുള്ള മൂല്യം നഷ്ടപ്പെടാതെ അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു കൺസേണാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലായിരിക്കുന്നത് അവരെ ഒരു വീട് വെച്ച് കഴിയുമ്പം അവരെ ഉദ്ദേശിച്ച പോലെ വീട് ഉണ്ടാവാറില്ല. ഒന്ന് ആ വീടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അല്ലെ പണം ഒരുപാട് ചിലവായി എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ NRI ക്ലയൻസിനെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് സർവീസാണ് അവർക്ക് കൊടുക്കുന്നത്? ഈ ടേൺ കീ പ്രൊജക്റ്റൊക്കെ അവർക്ക് എത്രമാത്രം യൂസ്ഫുള്ളാണ്, അല്ല ഏത് രീതിയിൽ നമുക്ക് NRI ക്ലയൻസിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും രാഷ, ഞാൻ ഈ ടേൺ കീ പ്രൊജക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ NRIസിനെ ബേസ് ചെയ്തിട്ടാണ്. ഞങ്ങൾ 2007 ഈ ഫീൽഡിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം തന്നെ NRIs ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വെണ്ടറിനെ കണ്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനറിനെ കണ്ട് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് എല്ലാം എഗ്രി ചെയ്ത് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റും കൊടുത്തിട്ടായിരിക്കും ഇവർക്ക് പോകുന്നത്. പിന്നീട് പലരുടെയും കംപ്ലയിൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല, പ്രോപ്പറുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, സൈറ്റിലെ വർക്ക് പ്രോഗ്രസ് എവിടെ വരെ ആയെന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇവരുടെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്ന് ആരെങ്കിലും ചെല്ലും നോക്കും, ഇവർ മിസ്ഗൈഡ് ചെയ്ത് വിടുന്നു, ഇവർക്ക് പ്രോപ്പറായിട്ടൊരു പ്രോഗ്രസ് അറിയത്തില്ല. അപ്പോൾ അവർ വളരെ അധികം ഇതിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ പകുതി ഇട്ടേച്ച് പോകുന്നവർ, പിന്നെ ഇലക്ട്രീഷ്യനെ കണ്ടെത്തണം, പ്ലംബറിനെ കണ്ടെത്തണം, ഫ്ലോറിങ്ങിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ട്, ഇങ്ങനെ പലതും അവർ ഫേസ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ അവർ നോക്കേണ്ടി വരുന്നു. മെറ്റീരിയൽ സോഴ്സിങ് പകുതി ഇട്ടിട്ട് പോകുന്നു, സെലക്ഷൻ്റെ ബുദ്ധിമുട്ട്. ഇവരൊന്നും പ്രതീക്ഷിക്കുന്നത് വേറെയാണ്, ഇവർ വരുമ്പോൾ കാണുന്നത് വേറെ ഒന്നാണ്. അപ്പോൾ പലപ്പോഴും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിട്ടേൺ ഇവർക്ക് കിട്ടത്തില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ വീടാണല്ലോ ഏറ്റവും നമ്മൾക്ക് എന്താ പറയുക, അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു പൈസ. ഇപ്പം അത് റിച്ച് ആയിക്കോട്ടെ, ഒരു എംപ്ലോയി ആയിക്കോട്ടെ. പണ്ട് അതിനെപ്പറ്റി ഒരു തമാശ പോലെ പറയാറുണ്ട്, ഇവിടെ ഒരു വീട് വിറ്റിട്ട് ഗൾഫിൽ പോകും, പിന്നെ ഗൾഫിൽ നിന്ന് തിരിച്ചൊരു വീട് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം അവരിടുന്ന ആ ഒരു മണി വാല്യൂ ഇവർക്ക് റിട്ടേൺ കിട്ടത്തില്ല. പക്ഷേ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവർ NRIs ആണല്ലോ, ഇഷ്ടംപോലെ പൈസ അവരുടെ കയ്യിലുണ്ടാകും, അവർ വീട് പണിയുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തിരിച്ചുകൂടെ ചിന്തിക്കും, അവരുടെ ഹാർഡ് ഏൺഡ് മണിയാണ് ഈ വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ വിശ്വസ്തതയാണ്. കാരണം അതില്ലാണ്ട് കാരണം വീട് പണിയുക, അവരുടെ ഒരു വീടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാന ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് അല്ലേ. സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുന്നിടത്തോളം ഒരു സന്തോഷവും ഒരു സമാധാനവും ആർക്കും ഇല്ല. അതിൻ്റെ ഒരു പാട്ടാകുക എന്ന് പറയുമ്പം നമുക്ക് തന്നെ ഒരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊരു ചലഞ്ചായിട്ട് ഞാനെടുത്ത് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം. കാരണം ഇവർ ഡേ ടു ഡേ ഇവർ ഫേസ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ ഇവർക്കിവിടെ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ആളില്ല എന്നുള്ളത് കാണുമ്പോൾ അപ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ചെയ്തു തരാം. അങ്ങനെയാണ് ഞാൻ ഓരോന്നായിട്ട് സർവീസ് കൂട്ടി ടേൺ കീ സൊല്യൂഷൻ എന്നുള്ളതിലേക്ക് ഞാൻ എത്തിയത്. ഓട്ടോമാറ്റിക്കലി എത്തിയതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് അല്ല, ഞാനൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് ടേൺ കീ സൊല്യൂഷൻ. അത് എൻ്റെ ഒരുപാട് NRI ക്ലയൻസിന് ഞാൻ ആ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇന്നും എന്നെ ഇതിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം.